തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്തൊരു തമാശയാണ്. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണ്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ചോദ്യം കേട്ടാ. നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളല്ല ഒന്നുമില്ല. ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല, ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഒന്ന് ഇരുന്നല്ലേ ഉള്ളു, ഒന്ന് ചാരി പോലും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുരംഗത്തും വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തനിക്കെതിരെ ഉയർന്ന പരാതികൾക്ക് അദ്ദേഹം മറുപടി നൽകി. സൂക്ഷ്മ വിശകലനത്തിൽ അവയും പരാതികൾ തന്നെയാണ്, മറുപരാതികൾ. ഒന്നുകിൽ പരാതി ഉയർത്തിയവർക്കെതിരെ, അല്ലെങ്കിൽ പരാതിക്കാരോട് ചേർന്ന് നിന്നവർക്കെതിരെ, അതുമല്ലെങ്കിൽ പരാതികൾ വാർത്തയാക്കിയവർക്ക് എതിരെ. പരാതികൾ മുഖ്യമന്ത്രിയുടെ മറുപടികളോടെ തീർന്നുപോകും. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഇരുന്നിട്ടേ ഉള്ളൂ, ചാരിയിട്ട് പോലുമില്ല എന്നാണ്. ആ പരിഗണന മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് CPIM-ന് വേണ്ടി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് AM രോഹിത്, മാധ്യമപ്രവർത്തകനായ M ജയചന്ദ്രൻ. ജയചന്ദ്രൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതായതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തന്നെ വരികയാണ്. മുഖ്യമന്ത്രിയോട് ഇന്ന് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടും രത്തൻ യു ഖേൽക്കറിനെ കുറിച്ച് ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിയമനത്തിൽ ഉള്ള വിവാദത്തെ സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയോടുകൂടി ഈ കേൽക്കറിൻ്റെ നിയമനത്തിലെ വിവാദം അവസാനിച്ചു എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ താങ്കൾ കരുതുന്നുണ്ടോ? ജയചന്ദ്രൻ. NBC അങ്ങനെ കരുതണമെന്ന് പറഞ്ഞാൽ ഞാൻ കരുതാം. പക്ഷെ എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മോർ തസ്റ്റ് മോർ റിവാർഡ്സ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. അത് നമ്മളെല്ലാവരും എപ്പോഴും ഇപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ കളവുകൾക്ക് ഗംഭീരമായ സമ്മാനങ്ങൾ ആണല്ലോ. അപ്പം അത് പറഞ്ഞത് സുവേന്ദു അധികാരി എന്ന ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മനോജ് കുമാർ അഗർവാളിനെ പറ്റിയാണ് പറഞ്ഞത്. മനോജ് കുമാർ അഗർവാൾ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് ചെയ്തു കൊടുത്ത ഉപകാര സ്മരണ, അതാണ് ആ സമ്മാനം ആയിട്ട് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോ അതിനുശേഷം ഇവിടെ ഇന്നലെ പുതിയൊരു അധികാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ അവിടുത്തെ കാര്യം രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞെങ്കിൽ, കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ പുതിയ സെക്രട്ടറിയായി മറ്റൊരു IAS-കാരൻ ചുമതലയേറ്റു. അദ്ദേഹത്തെ പറ്റി നമുക്ക് ആക്ഷേപമൊന്നുമില്ല, രേഖാമൂലമുള്ള ആക്ഷേപം പറയാനില്ല. പക്ഷേ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിച്ച, ചുമതല വഹിച്ച സർക്കാർ ഉദ്യോഗസ്ഥരായ 20,000-ൽ പരം പേര് ഹൈക്കോടതി വരെ പോയി. തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെടുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ല, രത്തൻ യു ഖേൽക്കർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നമ്മളാരും പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ പറഞ്ഞതല്ല. ഈ അനുഭവസ്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിൽ പോയതാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം എന്തായിരുന്നു? സമയം കഴിഞ്ഞു പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഹൈക്കോടതിക്ക് പോലും ചില കാര്യങ്ങളിൽ പരിമിതികളുണ്ട് എന്നവിടെ തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതൽ വ്യക്തമായി തെളിയിക്കപ്പെട്ടു. അത് അതിനെ സംബന്ധിച്ച് തുടർ ചർച്ചയിൽ തീരുമാനം ഉണ്ടായില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിന് ശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് NBC ഈ എത്ര ശതമാനമാണ് വോട്ട് ചെയ്യപ്പെട്ടത്, കേരളത്തിലെ ഇത്തവണത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ശതമാനം എത്ര എന്നറിയാനായിട്ട് നമ്മൾ എത്രയോ ദിവസങ്ങളാണ് കാത്തിരുന്നത്. ഇങ്ങനെ അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പില്? എന്ത് 2021 തെരഞ്ഞെടുപ്പില്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പില്, അതിനുശേഷം നടന്ന കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അടക്കം
ഇത്തരത്തിലുള്ള വൈകിപ്പിക്കലുകൾ ഉണ്ടായില്ലല്ലോ. അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ വേറെ നടക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ മറ്റൊരു കാര്യം. പക്ഷേ പിന്നെ ഇവിടെ ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വേറൊരു ഭാഗം. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഇവിടെ വരുന്ന പ്രശ്നം ഭരണഘടനാപരമായ അധികാരങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. തുടക്കം മുതൽ പിന്നെ ആദ്യത്തെ ഇലക്ഷൻ മുതലുള്ള കാര്യം അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോ വരുമ്പോഴേക്ക് ഇത്തരം ആരോപണങ്ങൾ അടക്കം ഉണ്ടാവുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെതിരെയാണ്. അപ്പൊ അത്തരം ഒരു ഉദ്യോഗസ്ഥനെ ഏറ്റവും പിന്നെ വിശുദ്ധമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുടെ ചുമതല ഉദ്യോഗസ്ഥനെ പിടിച്ച് നേരെ തൻ്റെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട, നയിക്കേണ്ട ഒരു ചുമതലക്കാരനായി അങ്ങോട്ട് മാറ്റി വെച്ചേക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതേ അവസ്ഥയുടെ ഉയർന്ന രൂപമാണ് ബംഗാളിൽ കാണുന്നത്. ഇതിന്റെ ഒരു ഉയർന്ന രൂപമാണ് ബംഗാളിൽ എന്നുള്ള വ്യത്യാസമുള്ളൂ. SIR പ്രശ്നം പറയും കോൺഗ്രസ്സുകാര്, അതാണ് ഇവിടെ പ്രശ്നം. SIR പ്രശ്നം ഇവിടെയുണ്ട്. എനിക്കറിയാം 100 കണക്കിന് ആൾക്കാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എനിക്കറിയാം. വ്യക്തിപരമായി എനിക്ക് ഈ ചർച്ചയിൽ തന്നെ പറയാൻ പറ്റും. ആ പ്രശ്നം ഇവിടെ ഉണ്ട്. അതിനെ നിയമപരമായ മറ്റു കാര്യങ്ങളിലേക്ക് വരും, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഇതിനെ ലളിതവൽക്കരിക്കുകയാണെങ്കിൽ, ഒരു കാര്യം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, ഇതൊക്കെ ചെറിയ ചീള് കേസാണ്, നിസ്സാര കേസാണ്, ഞാൻ കൈകാര്യം ചെയ്ത് കണ്ടില്ലേ, അവിടെ കുറെ പേര് കിടന്ന് ബഹളം ഉണ്ടാക്കി, അവിടെ പിന്നെ ബഹളം ഉണ്ടാക്കുന്നവർ ബഹളം ഉണ്ടാക്കിക്കോളും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവും, ഇതാണ് വേണ്ടത് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നമുക്ക് തൃപ്തിയായി. പക്ഷെ അവിടെ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും നേതാവിനോട് പറയാതിരിക്കുകയും ഇവിടെ ലളിതവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ആ ഡബിൾ സ്റ്റാൻഡേർഡ്, യഥാർത്ഥ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പറയും. ഒരു മുഖ്യമന്ത്രിയുടെ ഒരു നടപടികളും വിമർശനാതീതമല്ലല്ലോ NPC. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല, വസ്തുതാപരമായി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ള നിലപാടാണ്. എനിക്കതിനകത്ത് രാഷ്ട്രീയമൊന്നും പറയാനില്ല, പക്ഷെ കക്ഷി രാഷ്ട്രീയം പറയാനില്ല. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയം പറയുക തന്നെ വേണം. അതാണ് ഞാൻ ചെയ്യുന്നത്. ജയചന്ദ്രൻ, ഞാൻ വരാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് രോഹിത് നമ്മളോടൊപ്പമുണ്ട്. രോഹിത്, ഇതാ മുഖ്യമന്ത്രി ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേൽക്കറിൻ്റെ നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ബംഗാളിലെ ഉദാഹരണം അതുമായി പൊരുത്തപ്പെടുന്ന ഒന്നുമല്ല, സമാനമല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ആ ന്യായീകരിക്കലിന് ശേഷവും ആ വിശദീകരണത്തിന് ശേഷവും പ്രമുഖനായൊരു മാധ്യമപ്രവർത്തകൻ അതിനെ തള്ളിപ്പറഞ്ഞതാണ് ഇപ്പോൾ താങ്കൾ കേട്ടത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി ഈ വിവാദം അവസാനിച്ചുവോ, അതോ ചോദ്യങ്ങൾ എന്തെങ്കിലും ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അവസാനിച്ചെങ്കിൽ അതെങ്ങനെയാണ് അവസാനിച്ചത്? രോഹിത്. അല്ല, ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകൻ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറ്, അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും UDF പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുന്ന സമീപനം സ്വീകരിച്ച വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും UDF എടുക്കുന്ന ഏതെങ്കിലും നിലപാടിനെ അദ്ദേഹം അംഗീകരിക്കുന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന നിലയിൽ IAS ഉദ്യോഗസ്ഥനായ രത്തൻ കേൽക്കറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ 2 ദിവസമായി നടന്നിരിക്കുന്ന എല്ലാ ചർച്ചകൾക്കും അതിന് അവസാനം കുറിക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ വലിയ ജനവികാരം ഉയർന്നു വന്ന് കേരളത്തിലെ അന്നത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഘട്ടത്തിൽ ഈ സർക്കാരിനെ കളങ്കിക്കപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇല്ലാത്തൊരു വിവാദം അല്ലെങ്കിൽ ഇല്ലാത്തൊരു കഥ മെനഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഇടതുപക്ഷം മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9-ാം തീയതിയാണ്. മെയ് 4-ാം തീയതിയാണ് കേരളത്തിൻ്റെ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ ഇന്ന് മെയ് 25-ആണ്, 45 ദിവസം പിന്നിട്ടു. 7 ദിവസമായി കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട്. ഈ 45 ദിവസത്തിനിടയിൽ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് CPM ഇടതുപക്ഷമോ നാളിതുവരെ ഒരു ആരോപണമോ ഒരു പരാതിയോ ഉയർത്തിയിട്ടില്ല. ഇന്നേ വരെ തെരഞ്ഞെടുപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളുണ്ട്, അട്ടിമറികളുണ്ട് എന്ന് പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സെക്രട്ടറിയായി ഒരു നിയമനം വരുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ മോശക്കാരനാണ് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥൻ 2013-ൽ
കേരളത്തിലെ മികച്ച കലക്ടർ എന്ന നിലയിൽ അംഗീകാരം നേടിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കർണാടകയിൽ ഡെപ്യൂട്ടേഷന് പോയി. ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ 10 വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ വ്യത്യസ്ത മേഖലകളിൽ, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ IT വകുപ്പിൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. GSTയുടെ കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യത്യസ്തങ്ങളായ സർക്കാരിൽ തന്നെ വ്യത്യസ്തങ്ങളായുള്ള പദവികൾ വഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് അന്നൊന്നും തന്നെ ഈ പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് യാതൊരു പരാതിയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസിയോ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാത്ത ഇടതുപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷം, ഇന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കഴമ്പില്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നുകൊണ്ടാണോ 102 സീറ്റിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വന്നത് എന്ന് പറയുന്ന വിഡ്ഢിത്തം അത് ഇടതുപക്ഷത്തിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് നൽകിയ അംഗീകാരമാണ്. കേരളത്തിലെ മതേതര ജനാധിപത്യ സമൂഹം കേരളത്തിലെ UDFന് നൽകിയ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത്. 10 വർഷക്കാലം ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നിലയിൽ നടത്തിയ, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളുടെ ഭാഗമായി, ഞങ്ങളുടെ ഒട്ടനവധിയായ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വിജയം ഞങ്ങൾ നേടിയിട്ടുള്ളത്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടി ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ആ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് പ്രതിപക്ഷത്തിനോട് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. തിരിച്ചു വരാം രോഹിത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ CPIMന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അരുൺകുമാർ, താങ്കൾ മറ്റൊരു ചാനലിലെ ചർച്ചയിലായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ തുടക്കഭാഗം കേട്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മുഖ്യമന്ത്രി VD സതീശൻ്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിൻ്റെ മുഴുവൻ ഭാഗവുമല്ല, ആദ്യം രത്തൻ കേൽക്കറിൻ്റെ നിയമനത്തെക്കുറിച്ചുള്ള വിവാദമാണ് നമ്മളിപ്പോൾ ചർച്ചയ്ക്കെടുത്തത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി അത് സംബന്ധിച്ച എല്ലാ വിവാദവും അവസാനിക്കുകയാണ് എന്ന് പറയുകയും ഒപ്പം തന്നെ കേൽക്കറിനെക്കുറിച്ച് മുമ്പ് പരാതിയൊന്നും ഉന്നയിക്കാതിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നത് ശരിയായ വാദങ്ങളല്ല, അത് ജനവിധിയെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ CPIMന്റെ ഒരു അഭിപ്രായം അതിൽ വരേണ്ടതുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് താങ്കളും കണ്ടു കാണുമല്ലോ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വീകാര്യമാണ് എന്ന വാദം നിലനിൽക്കുന്നില്ല എന്നായിരിക്കും താങ്കൾക്ക് പറയാനുണ്ടാവുക. താങ്കളുടെ അഭിപ്രായങ്ങൾ. അരുൺകുമാർ. ചോദ്യം ഒന്നോടെ ആവർത്തിക്കാമോ? ചോദ്യം ഒന്നോടെ ആവർത്തിക്കാം. അല്ല, കേൽക്കറിന്റെ നിയമനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കൊടുത്ത വിശദീകരണത്തോടു കൂടി ആ വിവാദം അവസാനിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. ഒപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധിയെ സംശയത്തിലാഴ്ത്തുന്ന പരാമർശങ്ങൾ ഈ കേൽക്കറിന്റെ നിയമനത്തിനെ തുടർന്ന് CPM നേതാക്കൾ ഇപ്പോൾ പുതുതായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ജനവിധിയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്നും ആണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അത് മുഴുവൻ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ CPIM അതുപോലെ തന്നെ LDF ഒക്കെ ആ നിഗമനത്തിൽ, ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കേൽക്കറിനെ മുഖ്യമന്ത്രി സ്വന്തം സെക്രട്ടറിയായി നിയമിക്കാൻ പാടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ നിയമിക്കാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അരുൺകുമാർ. ഇവിടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ ഈ വിഷയം, സമാന്തരമായിട്ടുള്ള വിഷയത്തിൽ ബംഗാളിൽ ഉണ്ടായപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിടെയും തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് നിഷേധിച്ചയാൾ ഒരു ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുന്നു. ആ പോസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് കേട്ടവരാണ് നമ്മൾ. അതേ സമാനമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിരവധി സംശയങ്ങളും ആക്ഷേപങ്ങളും പരാതികളുമെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പലരും പല ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ആവർത്തിച്ചു വരുന്നത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ടും പലരും സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ കൂടുതൽ വസ്തുതയിലേക്ക് കടക്കുന്നില്ല. അത്തരം ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോട്ടിഫിക്കേഷന്റെ കാലാവധി കഴിഞ്ഞ് പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുമ്പോൾ ഒന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചില്ല, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പ്രതികരിച്ചില്ല. KC വേണുഗോപാൽ ആണെങ്കിൽ അത് നിശ്ചയിച്ചവർ തന്നെ, ഭരിക്കുന്നവർ തന്നെ പ്രതികരിക്കട്ടെ എന്നൊരു സ്റ്റാൻഡ് എടുത്തു. ഏതായാലും അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾ അത് ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരുന്നതിന് മാത്രമേ കാരണമാകൂ. കാരണം ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥന് ഒരു പൊസിഷൻ കൊടുക്കുന്നത് പോലെയല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചുമതലകളും വഹിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ ഭരണത്തിൽ വരുന്ന കക്ഷിയുടെ മുഖ്യ ആളായിട്ട് മാറുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഒരു ഭരണഘടനാ പദവി വഹിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിലെല്ലാം സുതാര്യതക്കുറവ് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കോണുകളിൽ നിന്നും നിരവധി പരാതികളും സംശയങ്ങളും വസ്തുതകളും പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിയമനത്തിൽ ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പ്രതികരിക്കണം. ബംഗാളിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാകുന്നത്? ഇവിടെ എല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഉയർത്തിയ പല കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ. പല ആരോപണങ്ങളുണ്ട്. അവയ്ക്കൊന്നും ഒരു കഴമ്പുമില്ല എന്നും അദ്ദേഹം ഭരണത്തിൽ വരുമ്പോൾ ഇതിനെല്ലാം പൂർണ്ണമായി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇപ്പൊ തെളിയിച്ചിരിക്കുക. ഏറ്റവും ആദ്യം എന്താ പറഞ്ഞ്? പെട്രോൾ ഡീസൽ വില വർധനവ്. എപ്പോൾ വില വർധനവുണ്ടായാലും പറയും സംസ്ഥാനം അതിന്റെ വിഹിതം കുറയ്ക്കണം, ആ വർധനവിന്റെ ഭാരം ജനങ്ങളെ ഏൽപ്പിക്കരുത്, സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ 4 തവണയായി 8 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഒരു 5 പൈസ സംസ്ഥാന വിഹിതം കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ പഠിക്കുകയാണെന്നാണ് പറയുന്നത്. പണ്ട് പഠിക്കാൻ പോലും സമയം കണ്ടെത്താതെ ഒറ്റ നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികരിച്ചു കൊണ്ടിരുന്ന ആളുടെ ഭരണത്തിൽ വന്നപ്പോഴുള്ള സ്വഭാവം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിരവധി ഇൻസിഡന്റ് ആ കാര്യങ്ങളിലേക്ക് വാർത്താ സമ്മേളനത്തിലെ അരുൺകുമാർ ക്ഷമിക്കുക, വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യം ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് അങ്ങ് പോകാം. രോഹിത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ, അതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ സംശയമാണ് ചോദിക്കുന്നത്. സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറി സ്ഥാനമാണ് മനോജ് അഗർവാളിന് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുവേന്ദു അധികാരിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും അത് ന്യായീകരിക്കാനായി പറഞ്ഞത് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത്, അദ്ദേഹത്തിൻ്റെ യോഗ്യത ചോദ്യം ചെയ്യാൻ ആവാത്തതാണ്, ഏറ്റവും മുതിർന്ന അവിടുത്തെ IAS ഉദ്യോഗസ്ഥനെയാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സമാനമായൊരു വാദം തന്നെയല്ലേ? ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. ഇദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് വരുന്നതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്തു എന്ന മട്ടിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടോ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിക്ക് ഒത്ത മറ്റേതെങ്കിലും പദവിയിലേക്കോ പോകുന്നതിൽ ആർക്കും പരാതിയില്ല. അദ്ദേഹം സെക്രട്ടറിമാരുടെ സെക്രട്ടറി എന്ന് ആലങ്കാരികമായി വിശേഷിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുമ്പോഴാണ് ഈ സംശയം ഉദിക്കുന്നത്. അതിന് ബംഗാളിലെ അതേ മാനദണ്ഡം തന്നെ പറയുന്നു. യോഗ്യത, ജനവിധി സുതാര്യമാണ് എന്നതും പറയുന്നു. ഒരു പൊരുത്തക്കേടുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് താങ്കൾക്ക് വിശദീകരിക്കാം. രോഹിത്. അല്ല, ഇവിടെ കോൺഗ്രസും UDFും അതുപോലെ തന്നെ കേരളത്തിലെ പുതിയ സർക്കാരും ഇതിനൊരു വലിയ വിവാദമായിട്ടൊന്നും ഏതായാലും നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു വലിയ വിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് വലിയ വിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. RSSും അതുപോലെ തന്നെ അന്നത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ UDFന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജനവിശ്വാസം തിരിച്ചു പിടിക്കണം. അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ സർക്കാരിനൊരു RSSൻ്റെ ചാപ്പ കുത്താം. ഈ സർക്കാർ RSSൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇവർ ഇതിനെ പറഞ്ഞു വെക്കുന്നത് പിന്നെ ബംഗാളുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുക? നമുക്കെല്ലാവർക്കും അറിയാം, ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് കോൺഗ്രസും CPMും അതുപോലെ തന്നെ മമതാ ബാനർജി ഉൾപ്പെടെ
എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അന്ന് അവിടെ അധികാരത്തിലിരുന്ന ഭരണകക്ഷിയായ TMC ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിനകത്ത് ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് നിരവധിയായ വാർത്തകൾ, ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ രോഹിത് ഒരു കാര്യം അവിടെ അത് പറഞ്ഞോളൂ. പക്ഷേ ഒരു പോയിന്റ് അതിൻ്റെ ഇടയിൽ വരുന്നൊരു കാര്യം, അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു, ഇവിടെ അട്ടിമറി നടന്നില്ല എന്നൊരു ന്യായത്തിലാണോ ഈ വാദം പടുത്തുയർത്തുന്നത്? അതോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് എടുക്കാമായിരുന്നു. നളിനി നെറ്റോയുടെ ഉദാഹരണമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നളിനി നെറ്റോ വേറെ ഒരുപാട് ജോലികൾ ചെയ്ത് പിന്നീട് അവർ റിട്ടയർ ചെയ്തതിന് ശേഷമാണല്ലോ മുഖ്യമന്ത്രിയുടെയൊക്കെ ഓഫീസിലേക്ക് എത്തുന്ന ഒരു നിലയുണ്ടായത്. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളും ഇതുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, അട്ടിമറി നടന്നില്ല എന്നൊരു ന്യായത്തിലാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് മറ്റേതിലേക്ക് പോയിക്കോളൂ. അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ബംഗാളിൽ നടന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര സേനയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ബംഗാളിലുള്ള ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് മാത്രമല്ല, ഞാൻ പറഞ്ഞോട്ടെ, മുഴുവൻ പറഞ്ഞോട്ടെ. പക്ഷെ കേരളത്തിൽ സ്ഥിതി എന്താണ്? ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കുന്ന രത്തൻ കേൽക്കറിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു വ്യത്യസ്തമായിട്ട് അഭിപ്രായമില്ല. അദ്ദേഹം ഈ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ക്രമക്കേടുകൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ഈ അഭിപ്രായം ഇപ്പൊ കൊണ്ടുവരുന്ന ആരാണ്? അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടുവരുമ്പോ അത് കൊണ്ടുവരുമ്പോ അത് കൊണ്ടുവരുമ്പോ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കൊണ്ടുവരുന്നില്ല? ഇപ്പോ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിലേക്ക് വരുമ്പോൾ മാത്രം അദ്ദേഹത്തെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ചെയ്യാതിരിക്കും. അരുൺകുമാർ, ഇതാ അവിടെ ബംഗാളിൽ വളരെ വ്യക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെ നടന്നു. അത് എല്ലാവരും, താങ്കളുടെ പാർട്ടി അടക്കം ചോദ്യം ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസും ചോദ്യം ചെയ്തിട്ടുള്ളതാണ്, മമതയുടെ പാർട്ടി ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ആരോപണം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ നിയമനത്തിന് തൊട്ടുപിറകെ അത് ഉയർത്തുന്നത് മറ്റൊരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം വീണ്ടും ആർജിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റെല്ലാ കാര്യങ്ങളും അപ്രസക്തമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പെട്ടെന്ന് പ്രതികരിക്കും. ഇവിടെ പൊതുസമൂഹത്തിൽ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു ചാർട്ട് ചെയ്ത വിമാനത്തിൽ എന്തിനാണ് മംഗലാപുരത്തിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോയത്? അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? RSS നേതാക്കന്മാരെയും അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഏറ്റവും തലവനെയെല്ലാം അദ്ദേഹം കണ്ടത് ഏതു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതടക്കം നിരവധി ചോദ്യങ്ങളുണ്ട്. ഗോൾവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയത് മുതൽ അങ്ങെടുത്താൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ശക്തിപ്പെടുമ്പോൾ CPM BJP ഡീൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയതും നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും ജനങ്ങൾക്ക് വ്യക്തമായി ആരാണ് BJPയുമായിട്ട് ഡീല്, ആരാണ് RSSന്റെ തോളത്ത് കൈയിടുന്നത്. ഭരണം കിട്ടാൻ വേണ്ടിയും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളിലും ആരൊക്കെയാണ് ഭായി എന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഭരണഘടനാ പദവി വഹിച്ച് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ട ഒരാൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട്. അത്തരം വിവരങ്ങൾ പുറത്തു വരും, കൂടുതൽ ക്ലാരിറ്റിയോടെ വിവരങ്ങൾ പുറത്തു വരും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ റിസൾട്ട് വന്നപ്പോൾ നേരത്തെ പ്രവചിച്ചവരെല്ലാം എങ്ങനെ നേരത്തെ ഇത്തരം വിവരം കിട്ടി എന്നതുൾപ്പെടെ നിരവധി സംശയങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. ഏതായാലും കേരളമല്ലേ, ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി ഓടി ഒളിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിക്കാണ്, VD സതീശനാണ് ഇത്തരത്തിലുള്ള ഡീലുകൾ ഉള്ളത് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള നിയമനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്നിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനില്ല. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. മുനമ്പത്ത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് മുമ്പിലുണ്ട്. വഖഫ് നടപടി മൂലമാണ് തൻ്റെ 10 മിനിറ്റ് കൊണ്ട് ഇടപെടൽ, 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കൽ നടക്കാതെ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വഖഫ് ഇത്തരത്തിൽ ആ പോർട്ടലിൽ
ഈ പ്രശ്നം രേഖപ്പെടുത്തിയതോടുകൂടി മുനമ്പം പ്രശ്നത്തിൻ്റെ നിയമപരമായ ആ നില മാറിയിട്ടുണ്ടോ? ഇപ്പോൾ പരിഹാരങ്ങൾ ഇല്ലാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുകയാണോ കോൺഗ്രസിൻ്റെ പ്രതിനിധി രോഹിത്? അല്ല, ഇവിടെ 7 ദിവസം മാത്രം അധികാരത്തിൽ വന്നൊരു സർക്കാർ 5 വർഷം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം എന്ന തരത്തിലുള്ളൊരു വാദഗതിയാണ് ഇപ്പോൾ കൈരളി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പരിയത്ത് കൈരളി ചർച്ച നടത്തുന്നു പറയാതെ നിങ്ങളാണ് ചർച്ച നടത്തുന്നത്, ഞങ്ങളത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചങ്ങാതി. അല്ല, എറണാകുളത്ത് നടന്ന ഒരു പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതൊരു സ്വകാര്യ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ ഭാഗമായി 8ഓളം വരുന്ന കുടുംബങ്ങളെ അതിലേക്ക് വരാം. ദയവായി കൂട്ടിക്കുഴക്കല്ലേ, കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ആളുകൾക്ക് വരട്ടെ. ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നും കൂടി നിങ്ങൾ തീരുമാനിക്കല്ലേ. അവകാശങ്ങൾ എനിക്ക് ചങ്ങാതി, അത് അടുത്ത വിഷയമാണ്. മുനമ്പം പറയൂ. മുനമ്പം അല്ല ചങ്ങാതി, ഞാൻ എൻ്റെ വാദം ഞാൻ എങ്ങനെ തുടങ്ങണോ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ട ചങ്ങാതി. അപ്പൊ പിന്നെ മറ്റേ പ്രശ്നത്തിലേക്ക് പോയിട്ട് വരൂ, നടക്കട്ടെ. അപ്പൊ അത് 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് അത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ വിഷയമുണ്ടായി, അവിടെ അവിടെ പോലീസിന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായപ്പോൾ ഈ സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? എറണാകുളം ജില്ലയിലെ മന്ത്രി ശ്രീ റോജി എം ജോണിനെ നേരിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയും അവിടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അത് ചർച്ച നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ UDF കൊടുത്തിരിക്കുന്ന ഓരോ ഉറപ്പും ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിക്കണം എന്ന തരത്തിലേക്ക് നിങ്ങൾ പറയരുത്. അതിൻ്റെതായ സമയമെടുത്തുകൊണ്ട് തന്നെ പരിഹരിക്കും. പിന്നെ മുനമ്പം വിഷയം, ഈ മുനമ്പം വിഷയത്തിനകത്ത് വളരെ കൃത്യമായി കേരളത്തിൽ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് പോയി ആ കുടുംബാംഗങ്ങളെ മുഴുവൻ, അവിടെ സമരം ചെയ്ത കുടുംബാംഗങ്ങളെ മുഴുവൻ നേരിൽ കണ്ട് അവർക്ക് ഞങ്ങളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു കുടുംബവും അവരുടെ സ്വന്തം കിടപ്പാടം ഒഴിവാക്കിക്കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട, കുടിയിറക്കപ്പെടേണ്ട സംഭവം ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകില്ല. ആ വിഷയം ഞങ്ങൾ പരിഹരിക്കും. നിയമപരമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും മുനമ്പൻ നിവാസികൾക്ക് ഞങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ കൊടുത്തൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് കൃത്യമായി പാലിക്കുന്ന സർക്കാർ തന്നെയായിരിക്കും കേരളത്തിലെ UDF സർക്കാർ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. നികുതി അടയ്ക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നൽകിയ ഉറപ്പുണ്ട്. ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഒരുപക്ഷെ പ്രതിപക്ഷത്ത് വിമർശിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിന് ആ വിഷയം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വഖഫ് ബോർഡ് തന്നെ ചെയ്തിരിക്കുന്ന അവരുടേതായ ഭാഗത്തുനിന്ന് വീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പരിഹരിക്കപ്പെടാതെ ആ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത് പരിഹരിക്കാൻ നിൽക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്നവരായി പ്രതിപക്ഷം മാറുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. യെസ്, വരുന്നു അരുൺകുമാർ. എൻ്റെ ചോദ്യം ഒറ്റ പ്രശ്നത്തിലായിരുന്നു. അത് കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് വിശദീകരിച്ചതിനെ തുടർന്ന് ഇരട്ട പ്രശ്നമായി മാറിയിരിക്കുന്നു. ഒന്നാമതും മുനമ്പത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ഇദ്ദേഹം ഇപ്പോൾ എടുത്തു പറഞ്ഞതും വഖഫ് ബോർഡ് അതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റിൽ ഇത് രേഖപ്പെടുത്തിയതോടുകൂടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതായിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തന്ന 8ൻ്റെ പണിയാണ്. കാരണം വഖഫ് ബോർഡ് ഇപ്പോൾ LDF സർക്കാർ നിയോഗിച്ച ആളുകളാണല്ലോ നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ സ്ഥിതി? അതിനെന്തെങ്കിലും മറുവാദം CPIM-നുണ്ടോ? അരുൺകുമാർ. NP, ഈ വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നുണ പറയാൻ കഴിയുമോ? മാധ്യമങ്ങളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ സുപ്രീം കോടതി വിധികളെയും ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമവ്യവസ്ഥയും എല്ലാം പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിയുക? എന്ത് കള്ളവും നുണയും പറയാൻ ഒരു മടിയില്ല എന്ന് ശ്രീ VD സതീശൻ ഇന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് കഴിഞ്ഞ വർഷം ഒരു എങ്ങനെയാണ് കള്ളമാകുന്നത് എന്ന് വിശദീകരിക്കുക. കള്ളം പോലുള്ള വാക്കുകൾ ഒഴിവാക്കുക.
പറയൂ ഞാൻ അതിലേക്കാണ് വരുന്നത്. അതിലേക്കാണ് വരുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് കഴിഞ്ഞ വർഷം ഒരു നിയമം പാസാക്കി. ആ നിയമം അമെൻമെന്റ് ആണ്, വഖഫ് ആക്ടിലെ അമെൻമെന്റ് ആണ്. ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 ആണ് ഇത്. അമെൻമെന്റ് ആണ്, 95 ആക്ടിൽ വന്ന അമെൻമെന്റ്. ഇത് നടപ്പിലായത് 8/4/2025 ഇന്നേക്ക് ഏകദേശം ഒരു 13 മാസങ്ങൾക്ക് മുൻപ്. ആ നിയമത്തിന്റെ സെക്ഷൻ 3B പറയുന്നു, ഫില്ലിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് വഖഫ് ഇൻ ഓൺ പോർട്ടൽ ആൻഡ് ഡേറ്റാബേസ്. ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയുടെയും ഡീറ്റെയിൽസ്, സ്ഥലം, താലൂക്ക്, സർവേ നമ്പർ അടക്കം എൻറ്റർ ചെയ്യണം. ഒരു പ്രത്യേക പോർട്ടലിലേക്ക് എൻട്രി ചെയ്യണം. അതിന് 6 മാസം കാലാവധിയാണ് അനുവദിച്ചത്. ഏതെങ്കിലും തരത്തിൽ റീസണബിൾ ആയിട്ടുള്ള കാരണമുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിന് വീണ്ടും ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് 8/4/2025 ശേഷം 6 മാസം, പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും 6 മാസം. അതായത് 8/4/2026 കഴിഞ്ഞ മാസം ഇതിന്റെ എല്ലാ കാലാവധിയും കഴിഞ്ഞു, എൻറ്റർ ചെയ്യേണ്ട കാലാവധി. ഇത് രജിസ്ട്രേഷൻ അല്ല, എൻറ്ററിംഗ് ആണ്. സർവേ നമ്പറും താലൂക്കും പ്രോപ്പർട്ടിയുടെ അളവും കാരണം എൻറ്റർ ചെയ്യുന്നതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തത് ആരാ? രജിസ്റ്റർ ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാവ് ജനാബ് സയ്യദ് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരിക്കുമ്പോൾ 2019 മെയ് മാസം 20-ാം തീയതിയാണ് മുനമ്പത്തെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തത്. അന്ന് വരെ തർക്കങ്ങളായിരുന്നു, കേസുകളായിരുന്നു. 70-കളിൽ 80-കളിൽ 90-കളിലൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തത് മുസ്ലിം ലീഗിന്റെ നേതാവ്, UDFന്റെ നേതാവ് സയ്യദ് റഷീദ് അലി തങ്ങൾ ഇതിന്റെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരിക്കുമ്പോഴാണ്. അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം അതിന്റെ അവസാനം 6 മാസം, പിന്നെ 6 മാസം, ആ 1 കൊല്ലം കാലാവധി തീരുന്ന അവസാന ആഴ്ചയിൽ ജസ്റ്റ് എൻട്രിങ് നടത്തണം. നടത്തിയില്ലെങ്കിൽ വഖഫ് ബോർഡിനെതിരെ നടപടി വരും. ഒന്നെങ്കിൽ മുത്തവല്ലിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വഖഫ് ബോർഡാണ് ചെയ്യേണ്ടത്. ഇതിൽ മുത്തവല്ലിയായിട്ട് പ്രവർത്തിക്കുന്നത് 2019 ഓർഡർ പ്രകാരം സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയാണ്. അവർ അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് വഖഫ് ബോർഡ് അത് എൻട്രി ചെയ്തില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ച് വലിയ ഫൈൻ അടക്കം വഖഫ് ബോർഡിനെതിരെ വരും. വഖഫ് ബോർഡിന്റെ ലക്ഷ്യം ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ വഖഫ് പ്രോപ്പർട്ടിയാണ്. അപ്പോ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾ അതിന്റെ ഡേറ്റകൾ എൻട്രി ചെയ്തില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് വരും. അതുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട വഖഫ് ബോർഡ് പാലിച്ചു എന്നത് 8ന്റെ പണിയാകുന്നത് എങ്ങനെയാ? ഒരു എൻട്രി അതിൽ വന്നു എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കേസും സുപ്രീം കോടതിയിലുമുണ്ട്, വഖഫ് ട്രൈബ്യൂണലിലുമുണ്ട്. 2019 ലീഗിന്റെ നേതാവ് കൊടുത്ത ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ വഖഫ് ട്രൈബ്യൂണലിൽ അപ്പീൽ കൊടുത്ത് പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അപ്പീൽ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് അല്ല എന്ന വിഷയത്തിൽ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞപ്പോൾ അത് ശരിയായില്ല. കാരണം അപ്പീലേറ്റ് അതോറിറ്റി ട്രൈബ്യൂണലാണ്, ഹൈക്കോടതിക്ക് അന്നേരം റോളില്ല. റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ മാത്രമേ ഹൈക്കോടതിക്കുള്ളൂ. ആ പോയിന്റിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടിരിക്കുന്ന മാറ്റർ. അപ്പോൾ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഒരു എൻട്രി വരുത്തിയാൽ അത് ഒരിക്കലും 8ന്റെ പണിയല്ല, 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ നടപടി നമുക്കറിയാം. വെറും 10 മിനിറ്റ്. എന്താ അദ്ദേഹം പറഞ്ഞ്? വഖഫ് നിയമത്തിലെ സെക്ഷൻ 97 പ്രകാരം ഗവൺമെന്റ് ഒരു ഓർഡർ കൊടുത്താൽ മതി, ബാക്കി എല്ലാം പോകുമെന്നാ പറഞ്ഞ്. ആ നിയമം ഇപ്പൊ ഇല്ലേ? ഗവൺമെന്റ് ഭരിക്കുന്നത് UDF അല്ലേ? അതിന് നേതൃത്വം കൊടുക്കുന്നത് VD സതീശനല്ലേ? ആ 10 മിനിറ്റ് ഇപ്പൊ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലേ? 10 ദിവസം കഴിഞ്ഞില്ലേ? അപ്പോ താൻ പറഞ്ഞ നുണ, ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് മേടിക്കാൻ വേണ്ടി അന്ന് ചെയ്ത പ്രവൃത്തി, അത് തന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അതും UDFന്റെ തലയിലേക്ക് വയ്ക്കുകയാണ്. ഇത് പച്ചക്കള്ളമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ആ നിയമം അനുസരിക്കേണ്ട വഖഫ് ബോർഡ് ജസ്റ്റ് എൻട്രി ആണ് നടത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ രജിസ്ട്രേഷൻ. എല്ലാം ഞാൻ മറ്റൊരു ചാനലിൽ നിന്നാണ് വരുന്നത്. ആങ്കർ അടക്കം ചോദിക്കുന്നത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലേ? രജിസ്റ്റർ ചെയ്ത് ഞങ്ങളല്ല, ഈ വഖഫ് ബോർഡല്ല, ഇതിന് മുമ്പത്തെ വഖഫ് ബോർഡ് 2019 ഇത് ജസ്റ്റ് എൻട്രി ദ ഡീറ്റെയിൽസ്, അത്രയേ ഉള്ളൂ. ശരി ജയചന്ദ്രൻ, ഇതാണ് ഇതിലെ പ്രശ്നം. ആ ഭൂമിയുടെ നിലവിലുള്ള നിയമപരമായ നില ഒട്ടും മാറിയിട്ടില്ല ഈ രജിസ്റ്റർ ചെയ്യലിലൂടെ. നേരത്തെ ഉണ്ടായിരുന്നതും ഒരു തർക്ക പ്രദേശം എന്ന നിലയിലായിരുന്നു. ആ ഘട്ടത്തിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കും എന്ന്. അത് ഇപ്പോഴും ഉണ്ട്. പുതിയ ഉമീദ് ആക്ട് വന്നെങ്കിലും ഒരു വഖഫ് തർക്കഭൂമിയാണെങ്കിൽ അതിൽ സർക്കാരിന് ഇടപെടാൻ വലിയ അധികാരങ്ങൾ നൽകുന്നതാണ് ഉമീദ് ആക്ട്. അതുപ്രകാരം അത് ജില്ലാ കളക്ടറെ ഏൽപ്പിക്കാം അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി. ആ നിയമം അവിടെ ഉണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ 10 മിനിറ്റ് അത് തന്നെ ആയിരിക്കണം.
ഒട്ടും മാറിയിട്ടില്ല നിയമപരമായ അതിൻ്റെ സ്റ്റാറ്റസ് എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു എൻറ്ററിങ് നടന്നതുകൊണ്ട് ആണിത് നടക്കാത്തത്, അതുകൊണ്ടാണ് എൻ്റെ 10 മിനിറ്റ് പരിഹാരം നടക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധിയും UDFിൻ്റെ പ്രതിനിധിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ മർമ്മസ്ഥാനം. താങ്കളുടെ പ്രതികരണം ജയചന്ദ്രൻ. NBC ഇതില് പിന്നെ നമ്മുടെ UDFിന്റെ പ്രതിനിധി എന്നെ കുറെ ചീത്ത പറഞ്ഞു. പോട്ടെ, ചീത്തയല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ട് പറഞ്ഞായിട്ട് വിചാരിക്കേ, അതൊക്കെ ഇഗ്നോർ ചെയ്യേ ജയചന്ദ്രൻ. താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ഞാനൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല, അത് പ്രശ്നമില്ല. എനിക്ക് രോഹിത്തിനെ ഞാൻ അങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ട് തെറ്റായിട്ടൊന്നും താങ്കൾ പറഞ്ഞില്ല. ഒരു പരാമർശമായിട്ട് കൂട്ടിയാൽ മതി. മാത്രമല്ല അദ്ദേഹം ടേക്ക് ഓഫിന് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടിരിക്കുകയാണ് അപ്പുറത്ത്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. രോഹിത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പിണക്കവുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, അവര് ഒരാഴ്ച കൊണ്ട് തീർക്കുമോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടാണോ തീർക്കാൻ പോകുന്നത്, ഇതൊക്കെ സാധാരണഗതിയിലുള്ള ചോദ്യങ്ങളായിട്ട് വരാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം, ഒരു പ്രശ്നം ഡീൽ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അധികാര സ്ഥാനത്തേക്ക് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. അധികാര സ്ഥാനത്തിരിക്കുന്ന സുപ്രധാന വ്യക്തിത്വമാണ് ശ്രീ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു വിഷയം സംബന്ധിച്ച് ഒരു കാര്യം പരസ്യമായി പറയാൻ തയ്യാറാവുമ്പോൾ എന്താണ് ആ മൈൻഡ് സെറ്റ് എന്ന് നമ്മളത് സാധാരണഗതിയിൽ അസസ് ചെയ്യും. ആ അസസ്മെന്റ് തന്നെയാണ് ഇത്തരം ചർച്ചകളിലൂടെ വരുന്നത്. ഇപ്പോ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പ്രശ്നം, ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നത്തില് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മുത്തവല്ലിയായിട്ട് ആക്ട് ചെയ്യാൻ തയ്യാറല്ല. അത് ഇടയ്ക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് ഇത് മുത്തവല്ലി ചെയ്യേണ്ട കാര്യമാണെന്ന്. മുത്തവല്ലിയായിട്ട് ആക്ട് ചെയ്യാൻ തയ്യാറല്ല, പിന്നെ ആര് ചെയ്യും? വഖഫ് ബോർഡ് ചെയ്യണം. അതാരാണ് ചെയ്തത്? റഷീദ് തങ്ങളാണ് ചെയ്തത് 2019. അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇപ്പൊ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുക, അത് എൻ്റർ ചെയ്യുക എന്നുള്ള സാധാരണ നടപടിക്രമം മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NBC ഈ വഖഫ് സംരക്ഷണ സമിതിയാണല്ലോ ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർ BJPക്കാരും കോൺഗ്രസ്സുകാരും ചേർന്ന ഒരു സംഘമാണ് ഈ സംരക്ഷണ സമിതി എന്നറിയാത്ത ആളാണോ രോഹിത്? അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ആണോ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ അല്ലല്ലോ. ഇവരാരൊക്കെയാണ്, ഈ കക്ഷികൾ എന്തൊക്കെയാണ്, ഇവരുടെ പുറകിൽ ആരൊക്കെയാണുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ. നമ്മൾ അതൊക്കെ ഇവിടെ എടുത്തിട്ട് അലക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ രോഹിതേ. ഇത് ഈ സംഘം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും BJP ആയിട്ട് അഫിലിയേറ്റഡ് ആണ്. കുറച്ച് പേര് കോൺഗ്രസിന്റെ പിണിയാളുകൾ എന്ന് പറയാവുന്ന, നേരിട്ട് കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ പാർശ്വങ്ങളിലൊക്കെ ഈ പരിലസിച്ച് നടക്കുന്ന ചില പിണിയാളുകൾ, അവര് ചേർന്ന ഒരു സംഘമാണ് ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന പ്രസ്ഥാനം. ഇതേതാണ്ട് വലിയ പ്രസ്ഥാനം പോലെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക. നോൺസെൻസ് ആണ്. ഇവരുടെ ഉദ്ദേശം മുഴുവനും ഇതിന്റെ പ്രൈവറ്റൈസേഷനാണ്. ഇതെങ്ങനെ സ്വകാര്യവൽക്കരിക്കാം, ഇതെങ്ങനെ കുത്തകയാക്കി എടുക്കാം, ഇതെങ്ങനെ വിറ്റ് മുതലാക്കാം, ഇത്തരം ചില താല്പര്യങ്ങളുള്ള ആൾക്കാരാണ് ഈ സാധനത്തിൽ നിൽക്കുന്നത്. അവര് കൊണ്ടുപോയിട്ടാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ദീപിക ദിനപത്രത്തിൽ നിന്ന് മുഖപ്രസംഗം എഴുതേണ്ടി വന്നത്. അതല്ലാതെ LDF പിണറായി വിജയനോ CPM ഇതിനകത്ത് എന്തെങ്കിലും ഇടപെട്ടിട്ടല്ലല്ലോ രോഹിത്തെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇടപെട്ടിട്ടാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു ഇന്ന് പറഞ്ഞ വർത്തമാനങ്ങൾ. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ഞാൻ പറയുന്ന കാര്യം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാതിരിക്കാനാണത്രേ ഇത് ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയത്? ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയതോ? അതാണ് പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് അത് തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ പഠിക്കാൻ വരുന്നത്? അദ്ദേഹം കയറിയിട്ട് ഇത്ര ദിവസമല്ലേ ഉള്ളൂ എന്നല്ല ചോദിക്കേണ്ടത്. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരാഴ്ചയല്ല, 1 മാസമല്ല, 5 വർഷം എടുത്തോടുന്നേ. പക്ഷെ അത് പരിഹരിക്കും എന്നുള്ള നിലയിൽ വളരെ ഷാർപ്പായിട്ട് നിലപാട് സ്വീകരിക്കുന്ന, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ നിങ്ങൾ പ്രചരിപ്പിച്ചത്. ആ നിലപാടുകളുടെ രാജകുമാരൻ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ ആ അധികാര ദണ്ഡ് അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ. അതിനനുസരിച്ച് പെരുമാറ്റം അദ്ദേഹത്തിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ജനമായ ഒരു പൗരനായ ഞാൻ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത്. അതെങ്ങനെ
പിന്നെ ഇത് അദ്ദേഹത്തിനെ എതിർക്കാൻ വേണ്ടി, നിങ്ങളെ UDF-നെ എതിർക്കാൻ വേണ്ടിയാണ് എന്ന് കണ്ടുപിടുത്തം നടത്തുന്നത് വിചിത്രമാണെന്നേ പറയാൻ കഴിയും. ജയചന്ദ്രൻ വരാം. അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആശയം. രോഹിത് താങ്കളിലേക്ക് വഖഫ് ബോർഡ് ഈ ഉമീദ് പോർട്ടൽ ആദ്യമായിട്ട് ഇതിപ്പോ ആരാ സംസാരിക്കുന്നത്? ആദ്യമായിട്ട് ഈ രോഹിത് എന്നെ കേട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഒരു സംയോജകൻ ഞാനല്ലേ, ആ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടാ, നിങ്ങൾ തമ്മിൽ സംസാരിക്കല്ലേ. അപ്പോൾ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ഈ ഭൂമിയുടെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്തത്, എൻ്റർ ചെയ്തത് വഴി ഭൂമിയുടെ നില അത് മുമ്പും ഒരു തർക്ക ഭൂമിയായിട്ട് നിൽക്കുന്നു. ആ നില മാറിയിട്ടില്ല. ഇപ്പോഴും നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ സതീശൻ പറഞ്ഞ കാര്യം 10 മിനിറ്റ് പരിഹാരം, വിരൽ ചൂണ്ടുന്നത് സർക്കാരിന് 10 മിനിറ്റ് പരിഹരിക്കാൻ കഴിയും എന്നത് വിരൽ ചൂണ്ടുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 97-ാം വകുപ്പിലേക്കാണ്. അത് പ്രകാരം ചെയ്യാൻ കഴിയും എന്നാണ്. തർക്കഭൂമിയാണെങ്കിൽ വഖഫ് സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെട്ട് നിയോഗിക്കാം ജില്ലാ കളക്ടറെ. അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകുമോ? അല്ല, ഇത് 10 വർഷം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന 2 സർക്കാരുകളെ വിമർശിക്കുന്നത് തുടർന്നുകൊണ്ട് ഇരിക്കുമോ, അതോ പരിഹാരം കാണുമോ? അതാണ് ചോദ്യം. കഴിഞ്ഞത് കഴിഞ്ഞു, അത് തെറ്റാണെങ്കിൽ തെറ്റ്, ജനം വിധി എഴുതിയിരിക്കുന്നു. നിങ്ങളിലാണ് ശരി നിൽക്കുന്നത്. ആ തീരുമാനം നടപ്പാക്കുമോ? 10 മിനിറ്റ് അല്ല, 10 ആഴ്ചയോ 10 മാസമോ എടുത്തെങ്കിലും നടപ്പാക്കാൻ ഉള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കുമോ, UDF സർക്കാർ കാണിക്കുമോ? ചോദ്യം. ഇതിൽ ആദ്യമായിട്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർക്ക് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശം വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അദ്ദേഹം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു പരാമർശം, ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് അതൊരു BJP CPM സമരസമിതിയാണ് എന്ന തരത്തിലൊരു പ്രസ്താവന ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി. ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം അറിയത്തില്ല. അല്ല, BJP-യും കോൺഗ്രസും തമ്മിലുള്ള സമരസമിതി അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് അങ്ങനെ ഒരു, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഏത് തരത്തിലാണ് അതായിക്കോട്ടെ, ഏത് സമരസമിതിയാണെങ്കിലും അത് BJP-യുമായി കണക്ട് ചെയ്യുന്ന ഒരു സമരസമിതിയാണെന്ന തരത്തിലാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ തരത്തിലൊരു ഒരു സംസാരം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ശ്രീ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ ഉൾപ്പെടെ MP-മാർ ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്ന് നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുനമ്പം വിഷയം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തെ ഹിന്ദു ക്രിസ്ത്യൻ ആ തരത്തിലുള്ള വർഗീയപരമായിട്ട് വേർതിരിക്കുവാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ മുനമ്പൻ നിവാസികൾ വീണു പോകരുത്. ഇതൊരു മതപരമായിട്ടുള്ള വിഷയമല്ല, വർഗീയപരമായിട്ടുള്ള വിഷയമല്ല. ഇത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നത്തെയായിട്ട് ഇതിനെ കാണണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏതെങ്കിലും BJP-യുമായി ബന്ധപ്പെട്ട് അന്നത്തെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുമായി ബന്ധപ്പെട്ടിട്ടല്ല ഞങ്ങൾ ഈ സമരത്തെ കണ്ടിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുനമ്പം വിഷയത്തിനകത്ത് അവിടെ നിലവിൽ നിലനിൽക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യരെയും അവരൊരു കുടിയിറക്ക് ഭീഷണി നേരിടില്ല. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യം ഈ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട അരുൺകുമാർ ഇവിടെ കാണിക്കുന്ന ഈ ആവേശം അന്ന് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ ആവേശം അന്ന് കാണിക്കുമായിരുന്നെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമായിരുന്നു. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനമുണ്ട്, അത് ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3 ക്യാബിനറ്റ് കഴിഞ്ഞു. ഈ 3 ക്യാബിനറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ജൂൺ 15 KSRTC-യിലെ ബസ്സിലെ അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉൾപ്പെടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വയോജനങ്ങളുടെ പ്രത്യേക അരുൺകുമാർ, വഖഫിൽ ഒരു കൺക്ലൂഷൻ പോർഷൻ താങ്കളുടേത് ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചത് അതിൻ്റെ നിയമപരമായ ആ നില ഇപ്പോഴും ഭൂമിയുടെ മാറിയിട്ടില്ല. വഖഫ് ഇതിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും
നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് പരിഹാരം 10 ആഴ്ചയോ 10 മാസമോ എടുത്തു പോലും പരിഹരിക്കാനുള്ള അവസ്ഥ ഉണ്ട്. പക്ഷേ അങ്ങനെ സർക്കാർ ഇടപെട്ട് അത് പരിഹരിക്കണം എന്നല്ല പൊതുസമൂഹത്തിന്റെ നിലപാട് എന്നത് വേറൊരു കാര്യം. അതിനല്ല അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് ആരെയും ഒഴിപ്പിക്കില്ല എന്ന് ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയും അത് ഉറപ്പിച്ച് പറഞ്ഞു. അത് അങ്ങനെ തന്നെയായിരിക്കും. അതിന്റെ സമയം കൊടുക്കണം. ഒരാഴ്ചയിലെ സമയമായുള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതൊരു നിലയ്ക്ക് ആ അർത്ഥത്തിൽ ന്യായവുമാണ്. അതിന് പെട്ടെന്ന് താങ്കളുടെ മറുപടി പറഞ്ഞ് നമുക്കിതിന്റെ ഒരു അവസാനിപ്പിക്കൽ ഘട്ടത്തിലേക്ക് പോകാം. അരുൺകുമാർ ജയചന്ദ്രനാണോ ചോദിക്കുന്നത്? തരാം, താങ്കളിലേക്ക് വരാം. ഇതിലെ അരുണിന് കൊടുത്തു, അദ്ദേഹം പറയട്ടെ. ജയൻ ക്ഷമിക്കൂ. ഇവിടെ പല വിഷയങ്ങളിലും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പൊതുപ്രവർത്തകരും പ്രതികരിക്കുമ്പോൾ കോടതിയുടെ മുന്നിലുള്ള പല ഡിസ്പ്യൂട്ടുകളും മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 മാസത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു പരീക്ഷ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി. അതേ ഗവൺമെന്റ് ഇപ്പോൾ VD സതീശൻ വന്നതിന് ശേഷം അതേ ഗവൺമെന്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നല്ലോ. കാരണം നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. ഇപ്പൊ കടമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല കാര്യങ്ങൾ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ്, ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ അതിന്റെ വസ്തുത വന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തു നുണയും പറയാം. ആ നുണയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വരിക എന്ന രൂപത്തിലേക്ക് ചില നേതാക്കന്മാർ മാറുന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടത്. 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല എന്നവർക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം വഖഫ് നിയമം അതിൽ 70 മുതൽ 50 മുതലുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നം, കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹയാണ് വഖഫ്. പക്ഷേ ഇതിന്റെ ആദ്യ ഡീഡ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി തിരിച്ച് കൊടുത്ത ആളിലേക്ക് വരും എന്നെല്ലാം കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് എന്നൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുക. അത് ആൻസർ ചെയ്യേണ്ടത് നിയമ സംവിധാനങ്ങളാണ്. വഖഫ് ബോർഡ്, ട്രൈബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കം ഇതിന്റെ എല്ലാ ജൂറിസ്ഡിക്ഷനും ഉണ്ട്. അതിനിടയിൽ ഞങ്ങൾ സെക്ഷൻ 97 പ്രകാരം ഒരു ഉത്തരവ് അങ്ങ് കൊടുക്കും, എന്നാൽ അങ്ങ് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇസഡ് കാറ്റഗറി സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 11 മണി മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിന്ന ആളുകൾ 10 മണിക്കൂർ ദർശനം കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നത് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് എന്തും പറയാം. ഞാൻ സൂചിപ്പിച്ചത് അല്ല, ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ 5 ദിവസം, ഒരാഴ്ച എന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ സൂചിപ്പിക്കാൻ പറ്റിയ എത്രയോ ഇൻസിഡന്റുകളാണ് ഈ കേരളത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJP എടുത്ത നിലപാട് കള്ളമാണ്. ഈ മുനമ്പത്ത് വന്ന് താമസിച്ച BJP, പ്രത്യേകിച്ച് ഷോൺ ജോർജ് നടത്തിയ വലിയ ധ്രുവീകരണമുണ്ട്. ദേശീയ വിഷയം, പ്രാധാന്യമുള്ള വിഷയമായി ഇത് ഉയർത്തി നാഷണൽ മീഡിയ വരെ ചർച്ചയാക്കുന്ന തരത്തിൽ നിരന്തരമായി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കോൺഗ്രസും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു. അന്ന് വൈപ്പിൻ MLA ആയ ഉണ്ണികൃഷ്ണൻ സഖാവ് അടക്കം വളരെ ക്രിയാത്മകമായിട്ട് നിയമസഭയിൽ അടക്കം ഇടപെട്ട് ഈ വിഷയം വളരെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ അട്ടിമറിക്കാൻ നോക്കി. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചപ്പോ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി. സിംഗിൾ ബെഞ്ച് അത് ശരിവെച്ചു. ഡിവിഷൻ ബെഞ്ച് എതിരായിട്ട് വിധിച്ചു. ഇവിടെ കൃത്യമായിട്ടുള്ള സൊല്യൂഷനാണ് വേണ്ടത്. ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്, നിയമസഭയിലുണ്ട്, പരിശോധിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്ന ചർച്ചയും സംവാദവും രാഷ്ട്രീയ മുതലെടുപ്പല്ല വേണ്ടത്. അവിടുത്തെ ജനങ്ങൾ പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച് താമസിക്കുന്ന, അന്തസ്സായി ജീവിക്കുന്നവർക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള അവസരം, അതാണ് LDF പറഞ്ഞത്. LDF അതിൽ ഉറച്ചു നിൽക്കുന്നു. ആര് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായി ഞങ്ങൾ മുനമ്പം നിവാസികൾക്കൊപ്പം ഉണ്ടാകും. അതാണ് LDF സ്റ്റാൻഡ്. ജയചന്ദ്രൻ, താങ്കൾ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് കൂട്ടിച്ചേർത്തോളൂ. ഒറ്റ കാര്യം പിന്നെ രോഹിതിനോട് പറയാനുള്ളതാണ്. എന്നെ മിസ്കോട്ട് ചെയ്യായിരുന്നു കേട്ടോ താങ്കൾ ചെയ്തതേ. പിന്നെ അവിടെ ഈ മുനമ്പം സമരസമിതി ഞാൻ ഒരു കുറ്റപ്പെടുത്തൽ നടത്തിയിട്ടില്ല. പക്ഷേ വഖഫ് സംരക്ഷണ സമിതി, സമരസമിതിയും വഖഫ് സംരക്ഷണ സമിതിയും എക്സ്ട്രീമാണ്, 2 എക്സ്ട്രീമിൽ നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞത് വഖഫ് സംരക്ഷണ സമിതിയാണ് BJPയുടെയും കോൺഗ്രസിന്റെ ചില പിണിയാളുകളുടെയും സംഘടിത ബലത്തിൽ നിൽക്കുന്നത്. അവരാണ് സുപ്രീം കോടതി വരെ പോയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെ മറ്റേതായിട്ട് ക്ലബ് ചെയ്താൽ എന്നെ മിസ്കോട്ട് ചെയ്യല്ലേ പിന്നെ ചെയ്യുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഞാൻ വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ നടക്കുന്ന ആൾക്കാര് മുനമ്പംകാർക്ക് എതിരായിട്ട് നടക്കുന്നവരാണ്. അതാണ് ബേസിക് ഇഷ്യൂ. അത് തന്നെയാണ്, അത് മനസ്സിലാക്കണം. മുനമ്പം സമരസമിതിക്കെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത്. BJPയും കുറെ കോൺഗ്രസ്സുകാരും ഉള്ളത് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സെറ്റിന്റെ കൂടെയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നത്.
ഞാൻ ഒരിക്കൽ കൂടി രോഹിതിലേക്ക് വരികയാണ്. അതിനു മുമ്പ് പറയുകയാണ്, ഇനി നമുക്ക് ഒരു 9 മിനിറ്റ് ആണ് പ്രായോഗികമായിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഉപസംഹാര ഭാഗത്തിലേക്ക് പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ എങ്ങനെ കാര്യങ്ങൾ പരിഹരിക്കും എന്നതാണ് കൂടുതൽ പ്രധാനമായത്. ഒരു പക്ഷേ പ്രശ്നഭരിതമായ കേരളം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ കണ്ട പ്രശ്നത്തിലൊക്കെ, അത് മുനമ്പത്തിലാവട്ടെ പര്യത്തിക്കാവിലാവട്ടെ, വിശദീകരണത്തിൻ്റെ ക്ഷാമമൊന്നും നമുക്കില്ല. പരിഹാരമാണ് വേണ്ടത്. അതിനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. രോഹിത്. അല്ല, അതിന് കൃത്യമായിട്ടുള്ള പരിഹാരവും കൃത്യമായിട്ടുള്ള മാർഗങ്ങളും നടപ്പിലാക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 വർഷക്കാലം ഇപ്പോൾ LDF വരും എല്ലാം ശരിയാകുമെന്നായിരുന്നല്ലോ ആദ്യത്തെ മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെ അധികാരത്തിലേക്ക് വന്നൊരു ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പുറത്തു പോയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 7 ദിവസം മാത്രമാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഇന്ന് കേരളത്തിൻ്റെ ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പുതിയ വകുപ്പ് നിർമ്മിക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വയോജനങ്ങൾക്ക് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDF തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ KSRTCയിലെ സൗജന്യ യാത്രയാണെങ്കിലും ആശാ വർക്കർമാർക്ക് ഞങ്ങൾ നൽകിയ ഉറപ്പുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 3000 രൂപ അവർക്ക് ആ തരത്തിൽ അനുവദിച്ച് കൊടുത്തിരിക്കുകയാണ്. അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ കൊടുത്തു. പാചക തൊഴിലാളികൾക്ക് 1000 രൂപ കൊടുത്തു. പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് 1000 രൂപ കൊടുത്തു. കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 10,000 വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് തർക്കം നിന്ന സ്ഥലത്ത് ആ വിഷയം ഞങ്ങൾ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഓരോ വാഗ്ദാനങ്ങളും ഓരോ ഉറപ്പും അത് പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പം ഉൾപ്പെടെ കേരളത്തിലെ സാധാരണക്കാരായ അവശത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ സമൂഹത്തെയും ചേർത്ത് നിൽക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം ഉൾപ്പെടെയുള്ള നിവാസികൾക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഉറപ്പ് അത് കൃത്യമായി പാലിക്കപ്പെടും. അവർക്ക് അവരുടെ സുരക്ഷിതമായി പാർപ്പിടങ്ങളിൽ ജീവിക്കാൻ പറ്റാവുന്ന അന്തരീക്ഷം ഈ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ജയചന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു. ഒരു 2 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഞാൻ ചോദ്യങ്ങളായിട്ട് ഒന്നും വെക്കുന്നില്ല. ഇതില് ഗവൺമെന്റ് അധികാരമായിട്ടിരിക്കുന്നത് ജനങ്ങളുടെ മാൻഡേറ്റിലാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതലയിലാണ് എന്ന് രോഹിത് പറയുന്നതിനെ പൂർണ്ണമായും മുഖവലിക്ക് തന്നെ എടുക്കുന്നു. അപ്പൊ അതത് സമയത്ത് ഉയർന്നു വരുന്ന ഇഷ്യൂസിന്റെ മെറിറ്റ് പരിശോധിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ള ജോലിയാണ് എന്നെ പോലുള്ളവർ ചെയ്യുന്നത്. അതിന്റെ രാഷ്ട്രീയമായ വശങ്ങൾ പരിശോധിച്ച് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ് അരുൺകുമാറിനെ പോലുള്ളവർ ചെയ്യുന്നത്. അത്തരം പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതുകൊണ്ട് ഈ 3 മന്ത്രിസഭാ യോഗമേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിലപാട് ശരിയല്ലല്ലോ രോഹിതെ. നമ്മള് മുമ്പിൽ വരുന്ന കാര്യങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെയാണോ വേണ്ടിയിരുന്നത്, മറ്റൊരു വിധമായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യാമായിരുന്നു, ഈ 2 ഭാഗങ്ങളും നോക്കുമല്ലോ. അതാണ് നോക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് തുടർന്നും ഇഷ്യൂസിന്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അരുൺകുമാർ, താങ്കളിലേക്ക് താങ്കളുടെ ഉപസംഹാര വാദങ്ങൾ അവതരിപ്പിക്കും. അല്ല, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നു, 3 മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം ടാക്സ് ഒഴിവാക്കി ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭാരം ഉണ്ടാകാൻ പാടില്ല. 4 തവണയായി 8 രൂപ വർദ്ധിപ്പിച്ചു പെട്രോളിനും ഡീസലിനും. നിങ്ങൾ ഒരു നയാ പൈസ കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായോ? അതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അതിനെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുണ്ട്. അന്നത്തെ പ്രത്യേക സാഹചര്യം വിലയിരുത്തിയപ്പോൾ നിങ്ങൾ എന്തൊക്കെ നുണപ്രചരണമാണ് നടത്തിയത്? ഇപ്പോൾ ദേ നിങ്ങളുടെ മന്ത്രി എന്താ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്? ലൈഫ് പദ്ധതി ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുത്തതാ. ആ 5 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് വീടിന്റെ ഉടമസ്ഥന്മാരാക്കി മാറ്റി. ആ പദ്ധതി പിൻവലിക്കും എന്ന് നിങ്ങളുടെ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം. കേരളയിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ പിൻവലിച്ചു. നമ്മളിപ്പോ ഓരോ മിനിറ്റിനും വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ തന്നെ 7 അതിവേഗ പാതകളുടെ പണി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് അതിവേഗ പാത പോലും വേണ്ട, എന്തിനാ ഇത്ര ധൃതി എന്ന് നിങ്ങൾ ചോദിക്കുന്നു. തീരദേശ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് സമരം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല,
തീരദേശ ഹൈവേ ഞങ്ങൾ പിൻവലിക്കും, മലയോര ഹൈവേ വേണ്ടേ വേണ്ട, വിഴിഞ്ഞത്ത് കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഇപ്പൊ PSC പരീക്ഷയുടെ എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു, റാങ്ക് ലിസ്റ്റ് അത് നിങ്ങൾക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം. അതുപോലെ തന്നെ മുനമ്പത്തും നിങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. യഥാർത്ഥ വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല. 1 രൂപ പോലും കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി ഇപ്പൊ 1800 രൂപ കടമെടുത്തു. അതുപോലെ 6800 രൂപ കടമെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ വാക്ക് മാത്രം മാറി, കടമല്ല കടപ്പത്രമാണ്. കടം മാറ്റിവെച്ച് കടപ്പത്രം. ഖജനാവിൽ നയാ പൈസ ഇല്ല, പൂച്ച പെറ്റുകിടന്നു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. ഖജനാവിൽ ഇപ്പോൾ ഇത് 5411 കോടി ഉണ്ട് എന്ന്, അത് മെയ് മാസം 1 നിങ്ങളുടെ സർക്കാർ വരുന്നതിന് മുമ്പോ ഉണ്ട് എന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നു. ഇവിടെ ചില മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതൊന്നും വാർത്തയാക്കുന്നില്ലെങ്കിലും യഥാർത്ഥ സത്യം എന്തെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഇവിടെ പരിയാത്തുകാവ് അവിടെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം UDF നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണം ഒക്കെ ജനങ്ങൾക്ക് ബോധ്യമായി. അവിടെ 15 കൊല്ലമായിട്ട് എത്താതിരുന്ന കോൺഗ്രസിന്റെ MLA ഇന്നലെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണവും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് മുനമ്പത്തായാലും പരിയാത്തുകാവിലായാലും ഒരാളെ പോലും അവരുടെ ജനിച്ച നാട്ടിൽ നിന്ന് കുടിയൊഴിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ജനങ്ങളെല്ലാം അവരോടൊപ്പമാണ്. LDF അവർക്ക് വേണ്ടി അണിനിരക്കും. നുണപ്രചരണമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഒരിക്കൽ നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ വസ്തുതകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫോറുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഓരോ ദിവസം പുറത്തു വരുന്ന വിവരം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കേരളത്തിന്റെ ഗതകാല നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, വികസനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, ക്ഷേമ പദ്ധതികൾ തകർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞു ഒരുപാട് വാഗ്ദാനം, ഞങ്ങൾ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ. നമുക്കറിയാം വരും ദിവസങ്ങളിലെല്ലാം നിങ്ങൾ പെൻഷൻ 3000 രൂപ പറഞ്ഞതുണ്ട്, വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്, അതുപോലെ തന്നെ 25,000 രൂപ ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം ജനം കാത്തിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും പഠനമില്ലാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ എവിടെ വരെയാകും? ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ജനം പൊറുതിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും ചർച്ചയ്ക്കും സംവാദത്തിന്റെ ഭാഗമായി നമുക്കിരിക്കാം. സമഗ്രമായില്ലെങ്കിലും സമ്പൂർണ്ണമായില്ലെങ്കിലും ഈ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഇരുന്നിട്ടേയുള്ളൂ, ചാരിയിട്ട് പോലുമില്ല എന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. തീർച്ചയായും അതും മാനിച്ചുകൊണ്ട് ആ പരിഗണന മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ടുള്ള ചർച്ച നടക്കണം എന്ന ആമുഖമായി ഞാൻ പറഞ്ഞു. ചർച്ച എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയിലെ പങ്കാളികളുടെ കുഴപ്പം എന്നതുപോലെ അത് ഏകോപിപ്പിച്ച എൻ്റെ കൂടെ കുഴപ്പമായിട്ട് ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരിഗണനയുമില്ലാതെ ജനസമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.